എല്ലാ കൊല്ലവും നാട്ടിൽ വരുമ്പോൾ മുടങ്ങാതെ പോകുന്നൊരു സ്ഥലമുണ്ട്. വേറെ എവിടെയില്ല, നമ്മുടെ ഗുരുവായൂരമ്പലം തന്നെ. ഇപ്രാവശ്യം അതിനൊരു മുടക്കവും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഗുരുവായൂർക്ക് പോവാണ്. ഇപ്രാവശ്യം നമ്മളിത് വൈകുന്നേരത്താണ് കേട്ടോ പോകുന്നത്. അതാവുമ്പോൾ വൈകുന്നേരം അവിടേക്ക് ഒന്ന് കറങ്ങി അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ കയറി തൊഴാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ചാലിശ്ശേരിയുള്ള മുല്ലയമ്പറമ്പത്ത് അമ്പലത്തിലും കൂടെ നിറക്കി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. അവിടെയുള്ള പാഞ്ചജന്യത്തിലോട്ട് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് സെറ്റായി നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. കുറച്ചു നേരം അവിടേക്ക് ഒന്ന് കറങ്ങി കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കണ്ടു. തിരക്കില്ലെങ്കിൽ കയറി തൊഴുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നാളേക്കുള്ള മുല്ലപ്പൂവൊക്കെ മേടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് വന്നു. അടുത്ത ദിവസം കാലത്ത് 2 മണിക്ക് തന്നെ നമ്മളെല്ലാവരും എണീച്ച് റെഡി ആയിട്ടോ. ആദ്യക്കുട്ടൻ പുതിയ മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഏകദേശം 2:30-ക്കാണ് കേട്ടോ അവിടെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കണത്. പക്ഷെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല, അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെറിയ പരിഭവമുള്ളത്, നമ്മൾ ഇത്രയും മണിക്കൂർ ക്യൂ നിന്ന് ഒന്ന് കണ്ണ് നിറയെ കാണാനുള്ള സമയം അവർ തരുന്നില്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി അവിടെ നിന്ന് നല്ല മസാല ദോശ കഴിക്കലാണ് കേട്ടോ. ആദ്യക്കുട്ടനെ മസാല ദോശ വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുത്തപ്പോൾ അവൻ പറയുന്ന അപ്പം പൂരി മസാല മതിയെന്ന്. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് നേരെ റൂമിലോട്ട് പോയി കിട്ടും. അവിടുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് നമ്മുടെ അടുത്തിൻ്റെ പഴയിടത്തിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം അറിഞ്ഞത്. എല്ലാവരും അവിടെ പോയിട്ട് നല്ല അഭിപ്രായമൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ മറ്റേ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. എൻ്റെ അമ്മയൊരു രക്ഷ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ അടുത്ത വട്ടം കാണാമെന്ന് പറഞ്ഞ് കണ്ണോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കേട്ടോ.